എല്ലാവരും ചോദിക്കുന്ന ഷെമീറിൻ്റെ എന്താ പ്രശ്നം, ഷെമീർ ഇഷ്യൂ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെമീറിൻ്റെ ഇമോജി ഇടുന്നുണ്ട്. അങ്ങനെ ഇതാണ് ചാറ്റ് മിക്കവാറും. ഇപ്പം അമ്മു അയ്യാറിൽ ചെയ്താലും ഞാൻ ലൈവ് ചെയ്താലും എല്ലാവരും വന്നിട്ട് ഷെമീറിൻ്റെ ഇഷ്യൂ ആണ് ചോദിക്കും. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഷെമീറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ഒരു സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ പെറ്റ ഉമ്മ സത്യം ഞാൻ പറയാം, ഒരു സീനും ഇല്ല. അതായത് ഒന്നാമത് ചെറിയ സൗന്ദര്യപ്പണക്കുണ്ട്. അതായത് പിന്നെ നീ അതിപ്പം 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല, നീ നമ്മളിപ്പം വീട്ടിൽ സ്വാഭാവികമായിട്ട് ഒരു ഏട്ടനോ അനിയനായിട്ട് ഇല്ലെങ്കിൽ 2 ബ്രദർമാരായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ സൗന്ദര്യപ്പണക്കുണ്ടാവും, അത്ര മാത്രമേ. അല്ലാണ്ട് വേറെ എന്താടാ, വേറെ ഒന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എന്താ പറയുക, നിങ്ങളിങ്ങനെ ഇത് കമൻറ്റും പിന്നെ നമ്മളിപ്പോൾ ഒരു ഷെമീർ ആയാലും നമ്മളായാലും റീലിട്ട് കഴിഞ്ഞാൽ റീലിൻ്റെ അടിയിൽ വന്നിട്ട് എന്താണ് തൊപ്പി എക്സ് ഷെമീർ ഇഷ്യൂ എന്താണ് MRC ഇങ്ങനെ കിക്ക് ചെയ്ത് ഇങ്ങനെ ഓരോന്നും പറയരുത് വന്നിട്ട്. കാരണം സത്യം പറഞ്ഞാൽ സീന് നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളായിട്ട് ഒരു സീനോ കാര്യങ്ങളോ. എൻ്റെ ഉമ്മ സത്യം ഇന്നും കൂടി ഞാൻ കോൾ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഒരു സീനും ഇല്ല, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. കോൾ അസ്പാക്ക് പറയുന്നുണ്ട്, അസ്പാക്ക് മുകളിൽ സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒന്നുമില്ല, ഇന്ന് ഗ്യാങ് ഞാൻ ഓൾറെഡി എല്ലാവരും ഷെമീർ ഞാൻ പറഞ്ഞില്ലേ, ഷെമീറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കോൾ ഷെമീർ. എടാ ഓൻ ആദ്യം ഫോൺ എടുക്കുകയാണ്, അവനക്ക് ഫോൺ എടുക്കുന്നതുകൊണ്ട് ഒരു മടിയില്ലേനു. നിങ്ങൾ പറഞ്ഞു ഓനക്ക് മൊത്തത്തിൽ എന്തോ ആയി. അതായത് നിങ്ങൾ ഓനെന്തോ പിന്നെ താഴെ ഒരു ഇതുപോലെ, അതായത് ഓനെ മിസ്സും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ. ഈ മിസ് ചെയ്യുന്ന ആൾക്കാരെന്തോ ഓനെ പിന്നെ ഹെയ്റ്റ് കൊടുക്കുന്ന രീതിയിലും കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ഓനക്കെന്തോ മടിയായി ഇപ്പോൾ ലൈവിൽ കോൾ എടുക്കേണ്ടിയിട്ട്. എൻ്റെ ഉമ്മ സത്യം പറയാം, ഞാനിപ്പോൾ കുറച്ചും കൂടി ഞാൻ സംസാരിച്ചുള്ളൂ, ഒരു സീനുമില്ല, സാധാ രീതിയിൽ തന്നെ. പിന്നെ നോമ്പും റമദാനൊക്കെ ആയതുകൊണ്ട് ഓൻ പണ്ട് മുതലേ ദുബായിലാണ്, നിങ്ങൾക്ക് അറിയാലോ. അവൻ ദുബായിൽ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്കൊക്കെ ലൈവിൽ വരുന്നത്. ഇവിടെ വന്നിട്ടും കൺസിസ്റ്റൻ്റ് ലൈവ് ചെയ്ത് അതിൻ്റെ ഇടയിൽ നിന്ന് വീട്ടിലേക്കൊന്നും സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കാൻ പോകുന്ന പറ്റില്ല. നമ്മൾ തന്നെ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം വീട്ടിൽ വരും. അപ്പോൾ ഓൻ പറഞ്ഞ റമദാൻ്റെ സമയത്ത് നാട്ടിൽ തന്നെ നിൽക്കാനുള്ള രീതിയിലോ നിന്നത്. ഇവിടെ ഇപ്പോൾ കറൻ്റ് ഇവിടെ ആരുമില്ല. ഇതെന്താടാ എന്താ നിൽക്കല്ലേ. പിന്നെ എങ്ങനെയാണ് ഷെമീറിൻ്റെ പുതിയ റീലിൽ മമ്മു വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ 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 വലിയൊരു ചോദ്യമാണ്. താങ്കൾ എന്താ നഫീദ് ചോദിച്ചിട്ടുള്ള നഫീദെ, ആ റീല് മുമ്പേ എടുത്ത റീലാണ്, ഷെമീർ ഇവിടെ ഉള്ളപ്പോൾ എടുത്ത റീലാണ്. നമ്മളെടുക്കുന്ന റീലായാലും നമ്മളെടുക്കുന്ന വീഡിയോസ് ആയാലും. ഇപ്പം ഞാനൊരു വ്ളോഗ് എടുത്തിന് പെരുന്നാൾ, എനിക്ക് തോന്നുന്നു നോമ്പ് 3-ാം തീയതിയായിട്ടാണ് ഞാൻ ആ വ്ളോഗ് എടുത്തത്. ഞാൻ ഇപ്പോഴും അപ്ലോഡ് ചെയ്തില്ല. എനിക്കെന്തോ ഇടാനുള്ളൊരു മടി കൊണ്ടും ആൾക്കാരെന്താ വിചാരിക്കുക, എനിക്ക് വ്ളോഗ് പിടിക്കുമോ എന്നുള്ളൊക്കെ ഒരു സാധനങ്ങൾ അടിച്ചിട്ടും ഞാനത് ഇട്ടിട്ടില്ല. അതിപ്പോഴും എൻ്റെ പ്രൈവറ്റ് കിടക്കുന്നുണ്ട് ആ വ്ളോഗ്. ആരും കൊടുക്കാത്ത സപ്പോർട്ടാണ് ഞാൻ ഷെമീറിന് കൊടുത്തത്. അല്ല, എൻ്റെ ലൈഫ് തന്നെ ഞാൻ മാറ്റി സാക്രിഫൈസ് ചെയ്ത് ഓനക്ക് വേണ്ടി ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും പുഷ് ചെയ്ത് വേറൊരാൾക്കും അത്രയും പുഷ് ചെയ്യാൻ കൊടുത്തില്ല. റാംബോയിൽ ഇപ്പോഴും പറയും, മനസ്സിലാ, വേറൊരാൾക്കും ഞാൻ കൊടുത്തില്ല. എന്നിട്ട് നിങ്ങൾ പറയും എനിക്ക് അവനോട് ഈഗോ ആണ്. എന്നിട്ട് അവൻ്റെ അവിടെ ചെയ്തറിയാം. മഴ പൊള്ളണ് നോക്കിൽ ഉയരുറയണ് പെണ്ണേ, നീറും മനമിടറണ് നോവിൻ വഴിപടരണം കാലം കനലെറിയണ് കണ്ണേ. ഗൈസ്, ഇതിവിടെ എന്തിനാ ഇട്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയില്ല. എന്തായാലും അതിൻ്റെ അവസാനത്തെ കുറച്ച് ക്ലിപ്പുകൾ നമ്മൾ ആ കെട്ടിപ്പിടിക്കുന്ന പരിപാടി ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മൾ ആ വൈബ് എന്തായാലും വരും. ഓക്കെ, അപ്പോൾ ഞാനിത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്കിട്ട് പണിയും. അതായത് എന്നെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾ പറയും, ഞാനിത് പറഞ്ഞത് നാളെ കട്ടിറങ്ങും, ഒക്കെ ചെയ്യും. ഇതുപോലെ ഇറങ്ങും. ഞാനിപ്പോൾ പറഞ്ഞതില്ല, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞതുപോലും നിങ്ങൾ നാളെ എന്തെങ്കിലും കട്ടിറക്കും. ഒന്നും പറയുന്നില്ല, കാരണം വെച്ചാൽ ഒന്നുമില്ല, അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഇത് നിങ്ങൾ പ്രശ്നം പോലെ ആക്കേണ്ട ഒരു കാര്യമല്ല ഒന്നാമത്. ഓക്കെ.